ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ്. ദിവസേന കോടിക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ സംവിധാനത്തെ കൂടുതൽ ആധുനികവും യാത്രക്കാർക്ക് സൗകര്യപ്രദവുമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന പുതിയ ട്രെയിൻ സർവീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. വന്ദേ ഭാരത് പോലുള്ള സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് പിന്നാലെ സാധാരണ യാത്രക്കാരെ മുൻനിർത്തിയുള്ള ഒരു നവീകരണ സംരംഭമായാണ് അമൃത് ഭാരത് എക്സ്പ്രസിനെ കാണുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ട്രെയിനായ അമൃത് ഭാരത് എക്സ്പ്രസ് പുതിയ റൂട്ടുകളിൽ പരമാവധി വേഗത പരിശോധിക്കുന്ന പരീക്ഷണ ഓട്ടത്തിലേക്ക് കടക്കുകയാണ്. മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ് ആദ്യഘട്ട ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുള്ള ശേഷിയാണ് ഈ ട്രെയിനിന് ഉള്ളത്. പുഷ് പുൾ സാങ്കേതികത ഉപയോഗിച്ചാണ് ഇത്രയും വേഗത കൈവരിക്കുന്നത്. ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായകമാണ്. 2 ഘട്ടങ്ങളിലായാണ് പരീക്ഷണയോട്ടം നടക്കുന്നത്. നിലവിൽ 130 കിലോമീറ്റർ വേഗതയ്ക്ക് അനുമതി ലഭിക്കാത്ത റൂട്ടുകളിലാണ് പ്രധാനമായും ഈ പരിശോധനകൾ നടത്തുന്നത്. കേരളത്തിൽ അമൃത് ഭാരത് ട്രെയിനുകൾ കുറഞ്ഞ വേഗതയിലാണ് ഇപ്പോൾ ഓടുന്നത്. നാഗർകോയിൽ മംഗളൂരു അമൃത് ഭാരത് സർവീസിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ ഏകദേശം 40 കിലോമീറ്റർ മാത്രമാണ്. പല ട്രാക്ക് സെക്ഷനുകളിലും ഉയർന്ന വേഗത അനുവദനീയമല്ല എന്നത് ഒരു പ്രധാന കാരണമാണ്. വന്ദേ ഭാരത് ട്രെയിനുകളെ പോലെ ഉയർന്ന കർവ് ടോളറൻസ് പോലുള്ള സാങ്കേതിക മികവുകൾ അമൃത് ഭാരതിനില്ല. ഇതും വേഗത കൂട്ടുന്നതിൽ ഒരു തടസ്സമാണ്. പുഷ് പുൾ സംവിധാനമുണ്ടെങ്കിലും ആക്സലറേഷൻ താരതമ്യേന കുറവാണ്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ദൂരം കൂടുതലായതും ഒരു പരിമിതിയാണ്. കൂടാതെ കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന്റേതായ നിയന്ത്രണങ്ങളും നിലവിലുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് മുംബൈ സെൻട്രലിലേക്കാണ് ആദ്യഘട്ട പരീക്ഷണയോട്ടം ആരംഭിക്കുന്നത്. 2ാം ഘട്ട ട്രയൽ റൺ ജനുവരി 24-ന് മുംബൈ സെൻട്രലിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് നടത്തും. ഈ പരീക്ഷണത്തിൽ ട്രാക്കിലെ കമ്പനം, കോച്ചുകളുടെ സ്ഥിരത, ബ്രേക്കിംഗ് സംവിധാനം, സസ്പെൻഷൻ സംവിധാനം തുടങ്ങിയവ വിശദമായി വിലയിരുത്തും. യാത്ര സുരക്ഷിതവും സുഖകരവുമാണെന്ന് ഉറപ്പായാൽ മാത്രമേ ഈ വേഗതയിൽ സ്ഥിരം സർവീസിന് അനുമതി നൽകൂ. ട്രെയിനിന്റെ മുന്നിലും പിന്നിലും ശക്തിയേറിയ എഞ്ചിനുകൾ ഘടിപ്പിച്ചാണ് പുഷ് പുൾ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ വേഗം പെട്ടെന്ന് വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും സാധിക്കും. സാധാരണ എക്സ്പ്രസ് ട്രെയിനുകളേക്കാൾ വേഗത്തിൽ അമൃത് ഭാരത് ട്രെയിനുകൾ ഗതിവേഗം കൈവരിക്കും. തിരക്കേറിയ സമയങ്ങളിൽ ഇത് ഏറെ പ്രയോജനകരമാണ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എന്നാണ് റെയിൽവേയുടെ വിശദീകരണം. എയർ കണ്ടീഷൻ സൗകര്യമില്ലാത്ത കോച്ചുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ മികച്ച യാത്രാ സൗകര്യങ്ങൾ നൽകുകയാണ് ലക്ഷ്യം. ട്രെയിനിൽ 11 ജനറൽ ക്ലാസ് കോച്ചുകളും 8 സ്ലീപ്പർ കോച്ചുകളും 1 പാൻട്രി കാറും 2 സെക്കൻഡ് ക്ലാസ് കം ലഗേജ് കം ഗാർഡ് വാനുകളും ഉൾപ്പെടുന്നു. ഭിന്നശേഷിയുള്ള യാത്രക്കാർക്കായി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 1000 കിലോമീറ്റർ ദൂരയാത്രയ്ക്ക് 500 രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക്. വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും അവധിക്കാല യാത്രക്കാർക്കും ഇത് വളരെ ലാഭകരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള അമൃത് ഭാരത് എക്സ്പ്രസ് മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ പരീക്ഷണയോട്ടം നടത്തുന്ന സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ മികച്ച യാത്രാനുഭവം നൽകാൻ ലക്ഷ്യമിടുന്ന ഒരു പുതിയ ട്രെയിനാണ്. അമൃത് ഭാരത് എക്സ്പ്രസ് ഒരു ട്രെയിൻ സർവീസ് മാത്രമല്ല, സാധാരണ യാത്രക്കാരെ മാനിക്കുന്ന ഒരു ചിന്താഗതിയാണ്. ആഡംബരവും അതിവേഗതയും മാത്രമല്ല, എല്ലാവർക്കും തുല്യമായി ലഭ്യമാകുന്ന ഗുണമേന്മയുള്ള പൊതുഗതാഗതവും രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന സന്ദേശമാണ് ഈ പദ്ധതി നൽകുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ സാധാരണ ജനങ്ങളുടെ യാത്രാനുഭവം പുതുക്കി നിർവചിക്കുന്ന ഒരു നിർണായക ഘട്ടമായാണ് അമൃത് ഭാരത് എക്സ്പ്രസ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.